നല്ല കുറ്റിക്കണു അതിൻ്റെ ഏട്ടനെ അറിയില്ലാന്ന് പറഞ്ഞത് ശരിയാണ്. ആ വടകര നിൽക്കുകയാണെങ്കിൽ ഓൻ ജയിച്ചു പോകണമാണ് ഈ മുരളി. എന്നിട്ട് ഓനെ കൊണ്ടുപോയിട്ടാണ് അവർ തോൽപ്പിക്കണം. അവനെ ഒരു ചേട്ടത്തരം ചെയ്യാൻ കോൺഗ്രസ്സുകാരാണ്. വന്നത് ചെയ്യാൻ ഞാൻ പാർട്ടിയിലുണ്ട്. ഈ നമ്മളെ ഈ നേതാക്കന്മാരെ വാർത്താൻ പറ്റില്ലായിരുന്നു. ഇതാ അതെ ഞാൻ എന്നാൾ പറഞ്ഞു ഞാൻ ലീഗിൽ ചേരാം, ഞങ്ങളെ കോൺഗ്രസ് വിവാഹം വേണ്ടത്. ഇത് മനസ്സിലായോ? നിങ്ങൾ ഈ തോറ്റിട്ട് ഇവർ പറയുന്ന പോലെ ബാക്കി ചർച്ച ചെയ്യും. അതായത് 1,37,000 വോട്ടിന് ഭൂരിപക്ഷമുള്ള പ്രതാപന്റെ വോട്ട് പിടിക്കാൻ പോയത് എന്നിട്ട് മുരളി ഇവിടെ 3-ാം സ്ഥാനത്ത് പോയിക്കണോ? ഈ മാർക്കിച്ചാർ നെഞ്ചത്ത് ഈ കള്ള നായ ബിഡിതം കയറിയത്. എന്റെ പാർട്ടിയുടെ നേതാവാണ് എനിക്ക് ഓലക്കാണ്. ഓ പട്ടിത്തരം പറയണോ? ഓ കൽപ്പിച്ചോടി തോൽപ്പിച്ചാണ് അവിടെ പ്രവർത്തിക്കാതെ. അറിയാ ഓ അവിടെ ഒരു ഏതെങ്കിലും നേതാക്കന്മാരൊന്നും വേണ്ടി മുരളിക്ക് പിന്താങ്ങുന്നുണ്ട് അവിടെ എടുക്കണം. ഈ BJP-ക്കാരെ ഇത് അല്ലാതെ മാർക്കിച്ചാർ എല്ലാവരും ചെന്ന് പ്രവർത്തിച്ചു അവിടെ. എന്നിട്ട് ഓ 2-ാം സ്ഥാനത്ത് എത്തി. എന്നിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോയിക്കാണ് നമ്മൾ കണ്ട ഓട്ടം കൂടി പോയിക്കാണ്. എന്നിട്ട് ചിരക്കാൻ നിൽക്കണം. മാർക്കിച്ചാരാണ് ഇത് കയറാൻ നിൽക്കുന്നത്. അതല്ല പഠിക്കേണ്ടത്. നമ്മളെ പോരായ്മ നമ്മൾ അത് ഭൂരിപക്ഷം. പിന്നെ 3-ാം സ്ഥാനത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്രങ്ങാനും വോട്ട് പോകണം കോൺഗ്രസിന്റെ? ഇത് പറഞ്ഞാണ് ആ ഓട്ടം കൂടിയാണ് ഓൻ പറഞ്ഞു ഞാൻ ഒറ്റയാണ്. പിന്നെ തന്നല്ല ഇവനായിട്ട് നമ്പാൻ പറ്റൂല. ഇവൻ ജയിച്ചാലും നമ്പും ഈ മുരളി. അത് പത്മജ പറഞ്ഞോണ്ട് എങ്ങനെയാ ഞാൻ ഏട്ടനെ വല്ലാതെ പറയണില്ല. ചിലപ്പോൾ ഏട്ടൻ എനിക്ക് വരാനുള്ളതാണ്. അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റൂലാണ് പത്മജ പറഞ്ഞോളൂ. മുരളിനെ പറ്റി അത് ശരിയാണ്. അത് ശരിയാ. ഏട്ടൻ എനിക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഏട്ടനെ വല്ലാതെ പറഞ്ഞില്ല. അത് പറഞ്ഞോണ്ട് പത്മജ. അതില്ല നിങ്ങളാണ് പറയണതൊക്കെ. നമ്മൾ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ